വിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിന് പിന്നാലെ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു. സംഘർഷം വീണ്ടും ഉണ്ടാകാതിരിക്കാൻ കൂടുതൽ പോലീസിനെ വിന്യസിച്ചു. വിവരങ്ങളുമായി മുംബൈയിൽ നിന്ന് ചേരുന്നത് ശ്രീനാഥ് ചന്ദ്രനാണ്. ശ്രീനാഥ്, വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം നടന്ന സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു, വാഹനങ്ങൾക്ക് തീയിട്ടു. ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണോ? കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ. തീർച്ചയായും കൃഷിന ഇന്നിപ്പോൾ രാവിലെ അവിടെ വലിയ സംഘർഷങ്ങളൊന്നും തന്നെ എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പോലീസിന്റെ വലിയൊരു സുരക്ഷയും സംവിധാനങ്ങളും ഒക്കെ അവിടെ അധികമായി ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുമുണ്ട്. ഇന്നലെ രാത്രി ഏതാണ്ട് 7 മണിയോടെയാണ് ഈ സംഘർഷങ്ങളുടെ ഒരു തുടക്കം. ഇന്നലെ ഉച്ചയോടെ ഔറംഗസീബിന്റെ ശവകുടീരം പൊളിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ബജ്രംഗ് ദളും VHPയും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. അങ്ങനെ നാഗ്പൂരിൽ നടന്ന പരിപാടിയിൽ ഒരു മതത്തെ അപമാനിക്കുന്ന തരത്തിൽ ചിലത് നടന്നു എന്നൊരു അഭ്യൂഹം പ്രചരിക്കുകയായിരുന്നു. പിന്നീട് വൈകിട്ടോടെയാണ് കൂടുതൽ ആളുകൾ പലയിടങ്ങളിലായി സംഘടിക്കുകയും അത് ഒരു വലിയ സംഘർഷത്തിലേക്ക് പോവുകയും കല്ലേറും വാഹനങ്ങൾക്ക് തീയിടുകയും കടകൾക്ക് നേരെ അടക്കം ആക്രമണം ഉണ്ടാവുകയും ചെയ്തത്. പോലീസ് ഈ പ്രതിഷേധക്കാരെ പലരെയും കസ്റ്റഡിയിൽ എടുക്കുകയും ടിയർ ഗ്യാസ് പൊട്ടിച്ചൊക്കെയാണ് ആളുകളെ അവിടെ നിന്ന് മാറ്റിയത്. പിന്നീട് മഹൽ ഏരിയയിലാണ് 7 മണിയോടെ ഇത് തുടങ്ങിയതെങ്കിൽ പിന്നീട് രാത്രി 11 മണിയോടെ ഹൻസ്പുരി മേഖലയിൽ സംഘർഷം റിപ്പോർട്ട് ചെയ്തതോടെയാണ് ഒരു കർഫ്യൂ പ്രഖ്യാപിക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചത്. ഇപ്പോൾ നാഗ്പൂരിലെ ഈ സംഘർഷങ്ങൾ ഉണ്ടായ മേഖലകളിലൊക്കെ തന്നെ കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആളുകൾക്ക് പുറത്തിറങ്ങുന്നതിനും കൂട്ടം കൂടുന്നതിനൊക്കെ തന്നെ കർശനമായ വിലക്കുമുണ്ട്. ഈ സംഘർഷം ഉണ്ടാക്കിയ ആളുകൾക്കെതിരെ കർശനമായ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറയുന്നുമുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഘർഷ സാധ്യത മുന്നിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അത് തടയാൻ കഴിഞ്ഞില്ല എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. ഇപ്പോൾ ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് ആദിത്യ താക്കറെ അടക്കമുള്ള ആളുകൾ, കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഈ തരത്തിലുള്ള ചോദ്യം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതായാലും പ്രതിഷേധക്കാരെ, ഈ അക്രമം ഉണ്ടാക്കിയ ആളുകളെ ഒന്നും തന്നെ വെറുതെ വിടില്ല എന്നതാണ് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറയുന്നത്. തുടർ ആക്രമണങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ജാഗ്രതയാണ് ഇപ്പോൾ ആ മേഖലയിലാകെ ഉള്ളത്. നാഗ്പൂരിലാണ് ഈ സംഭവം ഉണ്ടായതെങ്കിലും സംസ്ഥാനത്തിന്റെ മറ്റിടങ്ങളിലും ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സംസ്ഥാന വ്യാപകമായി തന്നെ പോലീസ് ഈ ദിവസം ജാഗ്രതയിലാണ്. ക്രിസ്റ്റീന, ശരി. സംഘർഷബാധിതമായ നാഗ്പൂരിൽ സ്ഥിതിഗതികൾ പഴയതുപോലെയാക്കാൻ, സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് മഹാരാഷ്ട്ര സർക്കാരും മറ്റ് അധികൃതരും. വിവരങ്ങളുമായി ചേർന്നത് ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന്.